കോൺഗ്രസിന് സാധിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അഖില കേരള ഹിന്ദു സാംബോ മഹാസഭയും ഇതര പട്ടികജാതി സമൂഹവുമായി ചേർന്ന് നിന്ന് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകുമെന്നും അത്തരത്തിലേക്ക് ഞങ്ങൾ അതിലേക്ക് വലിച്ചെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും ഈ പ്രതിഷേധ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറെ അപഹാസ്യമായി തീരുന്ന, മനുഷ്യ മനസ്സാക്ഷിയെ സമ്പൂർണമായി ഞെട്ടിക്കുന്ന നിരന്തരം വാർത്തകളാണ് ദൈനംദിനം പത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കേരള മനസ്സാക്ഷി തലകുനിച്ചു നിൽക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് കേരളത്തിലെ പട്ടികജാതി ജനസമൂഹം അവരുടെ നീതിക്ക് വേണ്ടിയുള്ള സമര പോരാട്ടത്തിലേക്ക് ഇന്ന് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും രംഗത്തിറങ്ങിയിരിക്കുന്നത്. മരണം അതൊരു കേവലം ഒരു മരണമായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു മരണമുണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ നിയമവും പോലീസും ചെയ്യുന്ന സാധാരണ നടപടിക്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആ സംഭവത്തിന്റെ ഗൗരവപരമായ നിയമ വസ്തുതകളെ കുറിച്ചും ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുന്നതിന് അതിന് നിയമപരമായ നടപടി സ്വീകരിക്കുവാൻ ഗവൺമെന്റും അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയുമോ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1955 ആദ്യമായി രാഷ്ട്രം പൗരാവകാശ നിയമം അംഗീകരിക്കുന്നത്. ആ പൗരാവകാശ നിയമത്തിനകത്ത് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണം വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സംരക്ഷണവും കൂടി ഉറപ്പു നൽകി രാജ്യം ഭരിക്കുന്ന, സ്റ്റേറ്റ് ഭരിക്കുന്ന ഭരണാധികാരികൾ ഇവിടുത്തെ നൂറ്റാണ്ടുകളായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ നിയമപരമായി കണ്ടെത്തി അവരുടെ പരിരക്ഷ ഉറപ്പാക്കണമെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഏതാണ്ട് 34 വർഷങ്ങൾ കഴിഞ്ഞാണ്